ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ അത്യുന്നത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ എത്ര കൊടിയ പ്രശ്നമാണെങ്കിലും കടുങ്കട്ട് വിഷയമാണെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യ പ്രവചനത്തിൽ 32-ാം അധ്യായം 26-27 തിരുലിഖിതങ്ങൾ കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. ബിജു, ഞാൻ കോട്ടപ്പുറയുടെ വകയിലാണ്. ഉയർത്തി കൊടുക്കുക. എന്താ 20 വർഷക്കാലത്തോളമായി എന്റെ ഇടത് കണ്ണിന് കാഴ്ചയിലായിരുന്നു. 20 വർഷക്കാലമായിട്ട് എന്റെ ഇടത് കണ്ണിന് കാഴ്ചയിലായിരുന്നു. ഇടത് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഇന്നലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരനെ ഇടത് കണ്ണിന് കാഴ്ച കൊടുത്തു എന്ന്. ഞാനത് വിശ്വസിച്ചില്ല. എങ്കിലും പിന്നെ ഞാൻ കണ്ണടച്ച് യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ യേശു 3 പ്രാവശ്യം എന്റെ കണ്ണിൽ തൊടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ കണ്ണ് തുറന്നപ്പോ എന്റെ കണ്ണിന് കാഴ്ച കിട്ടി. നോക്കിയേ, ഇന്നലെ 3 തവണ ഈശോ ആ ശുശ്രൂഷയുടെ സമയത്ത് കണ്ണുകളിൽ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടായി. പിന്നെ കണ്ണ് തുറന്നപ്പോൾ 20 വർഷമായി കാഴ്ചയില്ലാതിരുന്ന ഇടത് കണ്ണിന് ഈശോ കാഴ്ച തിരിച്ചു നൽകി അനുഗ്രഹിച്ച്. പോരാ പോരാ, കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേഗം ചാടി എഴുന്നേൽക്കാം. ഇപ്പോൾ ഓരോരുത്തരും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് ലജ്ജിക്കരുത് മക്കളെ. അതിനകത്ത് നാണം, അമാന്തം, മടി, അലസത ഇതൊന്നും നന്നല്ല. അതെല്ലാം വലിച്ചു ദൂരെ എറിഞ്ഞ് ഉണർവോടെ, ഇപ്പോൾ നല്ല ഉണർവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ പറയണത് അഭിഷേകാഗ്നിയുടെ സമയത്ത് കുട്ടികൾക്ക് ഒരു ഉത്സാഹമാണ്. പ്രിയ കുട്ടികളെ, നിങ്ങളെ അച്ഛന് പ്രത്യേക ഒരു അഭിനന്ദനം. നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥിനികൾ, ബാലികാ ബാലന്മാർ, യുവതി യുവാക്കന്മാർ, ഉയർന്ന കോഴ്സുകളിൽ പഠിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, ഇങ്ങനെ വലിയൊരു യുവജന വിഭാഗം, പുതുതലമുറ ദൈവവചനം കേൾക്കാനോ ആ സമയത്ത് ഹൃദയം തുറക്കാനും കർത്താവ് അഭിഷേകത്തിന് സമയത്ത് ഇടവരുത്തിയിട്ടുണ്ട്. എല്ലാ യുവജനങ്ങൾക്കും അച്ഛന് പ്രത്യേക ഒരു ആശംസ നേരുകയാണ്. ഇപ്പം എല്ലാവരും ഒരുമിച്ച് കൂടിക്കേ. ഇനി കുടുംബത്തോടൊപ്പം വലിയ സ്വരത്തിൽ ദൈവത്തെ ആരാധിക്കണം. അല്പം ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. ഈ ദിവസങ്ങളിൽ മദ്യപിക്കുകയോ, ഈ ദിവസങ്ങളിൽ പ്രത്യേക വഴക്ക് കൂടുകയോ, ഈ ദിവസങ്ങളിൽ ഒരു തോൽവിയോ ഒരു പരാജയമോ ഒരു ബുദ്ധിമുട്ടോ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഹൃദയം മരച്ച അവസ്ഥയൊക്കെ ആണെങ്കിലും മക്കളെ, അതിൻ്റെയൊക്കെ അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കർത്താവിന് പറ്റും. രാത്രിയിൽ വിലാപം ഉണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന്റെ ആത്മാവാണ് അതിശയം ചെയ്യുന്നത്. ചെങ്കടൽ കീറിമുറിച്ച് ദൈവജനത്തെ മറുകരയ്ക്ക് അത്ഭുതകരമായി നയിച്ച കർത്താവിന്റെ ശക്തി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് മക്കളെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ മഹത്വത്തിന്റെ കർത്താവേ, കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഇപ്പോൾ ഈ ജനതയുടെ മേൽ വർഷിക്കണമേ. നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. വലിയ ആഗ്രഹത്തോടെ കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, നിറച്ചിടണേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ നിജ്ഞാനത്താൽ നിറച്ചിടണേ, നിറച്ചിടണേ. സമുദ്രം ഇപ്പോൾ ഇടപെടണമേ, കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. കവിഞ്ഞിടും പോലെ നിറച്ചിടണേ, നിറച്ചിടണേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ കർത്താവേ,
നിറച്ചിടണേ 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 നിറച്ചിടണേ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിലേക്ക് വരണമേ കർത്താവേ. ദുർബുദ്ധി അലട്ടുന്ന കുട്ടികളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവമേ, പഠിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മക്കളുണ്ട് കർത്താവേ. എത്ര പഠിച്ചിട്ടും എത്രമാത്രം ശ്രദ്ധിച്ചിട്ടും പഠന മേഖലകളിൽ ഉയർച്ച പ്രാപിക്കാത്ത കുട്ടികളുണ്ട് കർത്താവേ. വിദ്യാർത്ഥിനികളുണ്ട് കർത്താവേ. ദൈവമേ, ഓരോ കോഴ്സുകൾക്ക് പോയി, എന്നാൽ പണമടച്ചു, എന്നാൽ വിജയിക്കാൻ പറ്റുന്നില്ല, വളരെ വിഷമിക്കുകയാണ് കർത്താവേ. ജ്ഞാനം അവിടുന്ന് നൽകണമേ, ബുദ്ധി അവിടുന്ന് നൽകണമേ, ബുദ്ധിയുടെ കെട്ടുകൾ അഴിക്കണമേ, വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ച നൽകണമേ. ദൈവമേ, ഉചിതമായ ആലോചനകൾ കിട്ടാതെ വിഷമിക്കുന്ന കുടുംബനാഥന്മാരുണ്ട് കർത്താവേ. കുടുംബനാഥകളുണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്, ഉത്തരവാദിത്വത്തുള്ള മേഖലകളിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവേ. ഓരോ നേതൃത്വ നിലകളിൽ ഇരിക്കുന്നവരുണ്ട് കർത്താവേ. ദൈവമേ, എല്ലാ ഹൃദയങ്ങളെയും എല്ലാ ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്ന അത്ഭുത പ്രകാശമേ ഇപ്പോൾ വ്യാപരിക്കണമേ. ബുദ്ധി, വിവേകം, ഭക്തി നമ്മിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ബുദ്ധി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ കർത്താവേ. കരങ്ങൾ ഉയർത്തി എന്റെ ദൈവമേ, ഇപ്പോൾ എഴുന്നള്ളി വരണമേ കർത്താവേ. ഈ കുട്ടികളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. സമുദ്രം ജലത്താ പോലെ അഭിഷേകം നിറയട്ടെ കർത്താവേ. പ്രാർത്ഥന ചൈതന്യം നിറയട്ടെ കർത്താവേ. വിശ്വാസം നിറയട്ടെ കർത്താവേ. ഉണർവ് നിറയട്ടെ കർത്താവേ. ക്ഷമ നിറയട്ടെ കർത്താവേ. അറിവ് നിറയട്ടെ കർത്താവേ. ദൈവഭക്തി നിറയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ഇപ്പോൾ ഇവരെ സ്പർശിക്കണമേ ദൈവമേ. ജനപദങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായവനേ, ബലവാനായ ദൈവമേ, അമർത്യനായ കർത്താവേ, ജനനദികളുടെ മേൽ കരുണയായിരിക്കണമേ. വിദ്യാർത്ഥിനികളുടെ മേൽ കരുണയായിരിക്കണമേ. രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. തകർന്ന കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ബിസിനസ് പരാജയമുള്ളവരുടെ മേൽ കരുണയായിരിക്കണമേ. ശുശ്രൂഷകരുടെ മേൽ കരുണയായിരിക്കണമേ. ഉപദേശിയുടെ മേൽ കരുണയായിരിക്കണമേ. സമർപ്പിതരുടെ മേൽ കരുണയായിരിക്കണമേ. പാസ്റ്റർമാരുടെ മേൽ കരുണയായിരിക്കണമേ. എല്ലാ ശുശ്രൂഷകരുടെ മേൽ കരുണയായിരിക്കണമേ. മിഷണറിമാരുടെ മേൽ കരുണയായിരിക്കണമേ. വൈദികരുടെ മേൽ കരുണയായിരിക്കണമേ. വൈദിക വിദ്യാർത്ഥികളുടെ മേൽ കരുണയായിരിക്കണമേ. ടീച്ചേഴ്സിന്റെ മേൽ കരുണയായിരിക്കണമേ. സ്ഥാപനങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. തകർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് അതിന്റെ തകർച്ചയെ നീക്കുന്ന ഒരു ദൂതൻ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നയിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മാലാഖമാരുടെ സേവനം ആവശ്യമുള്ള കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ദൂതനെ അയക്കണമേ. വേദനിക്കുന്ന മക്കളുടെ അരികിലേക്ക് ആശ്വസിപ്പിക്കുന്ന കണ്ണുനീരൊപ്പുന്ന ഒരു ദൂതനെ ഇപ്പോൾ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബങ്ങൾ ആശ്വാസം പ്രാപിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ജ്ഞാനം നിറയട്ടെ, കൃപ നിറയട്ടെ കർത്താവേ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ സമാധാനം അയക്കുന്നു. അങ്ങയുടെ നാമത്തിൽ മാലാഖമാരുടെ ശുശ്രൂഷകൾ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. യേശുവേ, ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. എല്ലാവരും സന്തോഷമായിട്ട് പറഞ്ഞ്
ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ള അപ്പച്ചൻ അമ്മച്ചി ഉണ്ടെങ്കിൽ അവർക്കൊരു സ്തുതി അങ്ങോട്ട് കൊടുത്ത് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ നമ്മൾ കണ്ടുമുട്ടാൻ ദൈവം ഇടവരുത്തിയിരിക്കുകയാണ്. ഇന്നൊരു പുതിയ ഗിഫ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് അത് തരും. സ്വർഗത്തിൽ നിന്ന് ഒരു ന്യൂ അനോയിന്റിങ്, ഒരു പുതിയ അഭിഷേകത്തെ ആഗ്രഹിക്കുക മക്കളെ. ഒരു പുതിയ ഗിഫ്റ്റ് ചോദിക്കുക, കർത്താവ് ഇപ്പോൾ അത് തരും. വിശ്വാസത്തോടെ മക്കള് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് മറഞ്ഞിരിക്കുന്ന ദൈവം. യേശയ്യാ പ്രവചനത്തിൽ 45 അധ്യായത്തിലെ 15 തിരുലിഖിതം, ഇസ്രായേലിന്റെ ദൈവവും രക്ഷയുമായിരിക്കുന്നവനെ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവം തന്നെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരായുസ് മുഴുവനും ദൈവത്തോട് ഇടപെട്ട അനുഭവത്തിൽ നിന്ന് ദൈവദാസൻ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഏറ്റുപറയുന്ന ഒരു വലിയ ദൈവിക രഹസ്യമാണ്, ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിന്റെ ദൈവവും രക്ഷയുമായവനെ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവം തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിരവധി വ്യക്തികളുടെ ഹൃദയത്തിന്റെ ഒരു വേദനയാണ്, ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നില്ല. ദൈവം ഉണ്ടെന്ന് അവർക്കറിയാം, നമുക്കറിയാം. എന്നാൽ ദൈവം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ട് എവിടെ ദൈവം, എവിടെ ദൈവം? ദൈവത്തോട് ഒരു എതിർപ്പ് ഹൃദയത്തിൽ പലരെയും പീഡിപ്പിക്കുകയാണ്. എന്നൊക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരവധി വ്യക്തികൾ അവർ സംസാരിക്കുന്ന സമയത്ത് പറയുകയാണ്, അച്ഛാ ഞാൻ ഒരുപാട് കാലം പ്രാർത്ഥിച്ചു, എന്നാൽ എനിക്ക് ഉത്തരവുണ്ടായില്ല. ഇനി എത്ര കാലം ഞാൻ പ്രാർത്ഥിക്കണം? ദൈവം ശരിക്കും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ശരിക്കും ദൈവം എന്നെ കാണുന്നുണ്ടോ? എൻ്റെ ഈ പ്രാർത്ഥന ശരിക്കും ദൈവത്തിൽ എത്തുന്നുണ്ടോ? ശരിക്കും ദൈവത്തിന് എന്നെ ഇഷ്ടമാണോ? ഇങ്ങനെ ഉള്ളിൽ പല തോന്നലുകൾ. കാരണം എന്താ? ഒരു അനുഭവം അവർക്ക് കിട്ടുന്നില്ല. ബൈബിളിൽ ചില രംഗങ്ങളിൽ ദൈവം നേരിട്ട് ഇടപെടുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ ടെസ്റ്റിമണി നടത്തുന്ന, സാക്ഷ്യം ഇവിടെ പറയുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ ദൈവം നേരിട്ട് വന്ന് ഇടപെടുന്ന അനുഭവങ്ങൾ കേട്ടിട്ട് അതുപോലെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ മണ്ഡലത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സത്യമുണ്ട്. ദൈവം അങ്ങനെ എപ്പോഴും അനുഭവങ്ങൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ അല്ല ദൈവത്തിന്റെ ഇടപെടൽ. ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന്റെ ഒരു നിശ്ചയമുണ്ട്, ദൈവത്തിന്റെ ഒരു രീതിയുണ്ട്. അവരോട് ആ വിധത്തിലാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വലിയൊരു ആത്മീയ സത്യമാണ്. ഒന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പരിശുദ്ധ ദൈവമാതാവ് യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ച് സ്വീകരിക്കുമെന്ന് ഗബ്രിയേൽ ദേവദൂതനെ അറിയിച്ചു. ഒരു പ്രത്യേകമായ പ്രത്യക്ഷപ്പെടലും ദൂതന്റെ സംസാരവും ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിക്കുന്നു, അതിന് ദൂതൻ മറുപടി പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. യോസേപ്പെ ശങ്കിക്കണ്ട, ഇത് ദൈവത്തിൽ നിന്നാണ് യേശു ജനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാലാഖ അറിയിക്കുന്നു. ഇങ്ങനെ കുറച്ച് പ്രത്യക്ഷപ്പെടൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തുടർന്ന് നിങ്ങൾ ചിന്തിക്കും മക്കളെ, മാതാവിന്റെ ജീവിതത്തിൽ എപ്പോഴും ഈ പ്രത്യക്ഷങ്ങളും മാലാഖയുടെ ചിറകടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നോ? വേണമെങ്കിൽ എപ്പോഴും മാതാവിന് വേണമെങ്കിൽ മാലാഖയുടെ ചിറയിൽ നടക്കാമായിരുന്നല്ലോ, ചിറകിൽ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന അനുഭവത്തിൽ മാതാവിനെ കൊണ്ട് നടക്കാമായിരുന്നല്ലോ. അങ്ങനെ ആയിരുന്നോ? അല്ല. പിന്നെന്താ ചെയ്തിരുന്നേ? സാധാരണ നിലത്തുകൂടെ ആയിരുന്നു മാതാവ് യോസേപ്പ് പിതാവ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. നിലത്തിറങ്ങി നടക്കണം. ഒരു ദൈവപൈതലാണ്, ദൈവദാസനാണ്, ശുശ്രൂഷകനാണ്, അല്ലെങ്കിൽ ഞാൻ 50 വർഷം കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ എന്നും മുടങ്ങാതെ കൊന്തയിലുന്ന ആളാണ്, ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് എന്നും മാലാഖയുടെ ചിറകിന്റെ പുറത്ത് നടക്കാമെന്ന് വിചാരിക്കരുത്. എന്നും അനുഭൂതിയുടെ ഓളത്തിന്റെ മുകളിൽ ഇങ്ങനെ തിരമാല തളലിൽ ഇങ്ങനെ പോണ പോലെ പോണതാണ് ആത്മീയ ജീവിതം എന്ന് വിചാരിക്കരുത്. രോഗത്തിലൂടെ നമ്മൾ നടക്കണം,
കഷ്ടതയിലൂടെ നടക്കണം, തെറ്റിദ്ധാരണയിലൂടെ നടക്കണം, അവഗണിക്കപ്പെട്ട അവസ്ഥയിലൂടെ നടക്കണം. യേശുവിന്റെ കുരിശിന്റെ വഴികള് ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ജീവിതം എടുത്ത് ധ്യാനിക്കും മക്കളെ. അൽഫോൻസാമയുടെ ജീവിതം ധ്യാനിച്ച് നോക്കിക്കേ. അൽഫോൻസാമ എന്നും ഇങ്ങനെ ആ മാലാഖയുടെ ചിറകടിയും ദൈവത്തിന്റെ പ്രത്യക്ഷീകരണവും ആ അരുളപ്പാടുകളും അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഒരു അരുളപ്പാടോ ഇടയ്ക്ക് ഒരു സ്വപ്നമോ ദർശനമൊക്കെ ദൈവം നൽകും. പക്ഷേ സാധാരണ നിലത്തുകൂടെ നടന്ന് നമ്മൾ ജീവിക്കണം. തെറ്റിദ്ധാരണ, അവജ്ഞ, പരിഹാസം, വിമർശനം അതിൻ്റെയൊക്കെ നടുവിലൂടെ കടന്നു പോകണം. സാധാരണ ഒരു മനുഷ്യനായി നമ്മൾ കടന്നു പോകണം. ഇത് കർത്താവിന്റെ ആഗ്രഹമാണ്. പക്ഷെ ദൈവം കൂടെ ഇല്ലാന്ന് വിചാരിക്കരുത്. ഈ തെറ്റിദ്ധാരണ നടുവിൽ, ഈ വെള്ളത്തിന്റെ നടുവിൽ, ഈ അഗ്നിയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ഈ പെരുവെള്ളത്തിന്റെ ഈ ഇടയിലൂടെ നമ്മൾ നദി അങ്ങോട്ട് ക്രോസ് ചെയ്ത സമയത്ത്, ഈ ജോർദാൻ നദി കടക്കുമ്പോൾ ഒക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ അനുഭവം ഉണ്ടാകണമെന്ന്, അങ്ങനെ അനുഭൂതികൾ കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക വിധത്തിൽ ഒരു മാസ്മരികമായി ഇങ്ങനെ നീങ്ങി പോകുന്നതാണ് ജീവിതം. അങ്ങനെ ചിന്തിക്കരുത്. യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ വരണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വല്ലപ്പോഴും ഒരു പ്രത്യക്ഷീകരണം, ഒരു അത്ഭുതം, ഒരു ദർശനം, ഒരു അരുളപ്പാട്, ഒരു ഉണർവ്, ഒരു ജ്വലനം ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ എന്നും അങ്ങനെ ഉണ്ടാകുന്ന നിർബന്ധം പിടിക്കരുത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിലത്തിറങ്ങി യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മൾ ഒറ്റയ്ക്ക് പടവെട്ടി തെളിയിക്കണം ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോടുള്ള ശരണം, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള സ്ഥിരത, ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോടുള്ള ഭക്തി. ഇത് തെളിയിക്കണം മക്കളെ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ്. അതൊരു യുദ്ധമാണ്. അതിങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ വാരി അടിക്കുന്നത് മാതിരി അല്ലെങ്കിൽ ചോക്ലേറ്റ് തിന്നുന്ന മാതിരി ഉള്ള ഒരു സംഗതിയല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം ഒരു യുദ്ധമാണ്. അവിടെ എതിരാളിയുണ്ട്, അവിടെ ബുദ്ധിമുട്ടുണ്ട്, അവിടെ മരുഭൂമി ഉണ്ട്, അവിടെ ജോർദാൻ കടക്കണം. അതിലൂടെ എല്ലാം നടക്കാൻ ദൈവം കൈപിടിച്ച് കൂടെയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ അനുഭൂതി എപ്പോഴും നമ്മളെ നയിക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. ഒന്നും കൂടെ ഉറക്കെ പറയാ ഹല്ലേലൂയ. ദൈവം ജെറമിയ പ്രവചനത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ജെറമിയ 23-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ? കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ദൈവം? അനുഭൂതി കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ദൈവം? അനുഭവങ്ങളും അനുഭൂതികളും അത്ഭുതങ്ങളും ഉള്ളപ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങളുടെ ദൈവം? കുട്ടികളെ നിലത്തിറക്കാതെ എപ്പോഴും എളിയിൽ കൊണ്ടുവരുന്ന അമ്മ ആരാ ഉള്ളത്? ഏതമ്മയുള്ളത്? അതൊരു അമ്മയാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളെ അമ്മയാണെങ്കിൽ കുട്ടികളെ നിലത്തിറക്കി നടത്തി പഠിപ്പിക്കും. നിലത്തുകൂടെ നടക്കട്ടെ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെ തന്നെ നമ്മുടെ ദൈവം നമ്മളെ നിലത്ത് നടത്തി. മോശ എത്രയോ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ദൈവത്തിന്. ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവവും മോശയും മുഖത്തോട് മുഖം സംസാരിക്കുന്നു. മോശയോട് എന്നതുപോലെ ദൈവം മുഖത്തോട് മുഖം സംസാരിച്ചിട്ട് ആരാ ഉള്ളത്? അല്ലെങ്കിൽ സാമുവേൽ, എത്രയോ അടുത്ത ഫ്രണ്ട്ഷിപ്പാണ് സാമുവേലും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ സാമുവേലിനും മോശയ്ക്കും എന്നും ദൈവം, എപ്പോഴും ദൈവം മാലാഖയുടെ ചിറകിന്റെ മുകളിൽ കൂടിയാണ് കൊണ്ടുപോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊക്കെ നിലത്തുകൂടെയല്ലേ നടത്തിയത്. എത്ര കഷ്ടത, എത്ര കണ്ണുനീര്, എത്ര വേദന, എത്രയോ നിലവിളി, എത്രയോ നാളുകൾ അവര് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. എത്രയോ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ മലമുകളിൽ അവർ ഇരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ മോശയെക്കാളും സാമുവേലിനെക്കാളും വലിയവരെന്നാണ് നമ്മുടെ ഭാവം? എപ്പോഴാണ് ദൈവത്തിന് പ്രസാദം തോന്നി വരുന്നത്, ദൈവത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ 2 കൊന്ത ചൊല്ലി, നമ്മൾ 4 ദിവസം പള്ളി പോയി എന്ന് വിചാരിച്ച് പെട്ടെന്നെല്ലാം കിട്ടിയില്ലെന്ന് വിചാരിച്ച് എന്തിന് ഇച്ഛാഭംഗപ്പെടണം? ചില ആളുകൾ, ഞാൻ ഓർക്കുന്നുണ്ട്, പല വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളിൽ വായിച്ചിട്ടുള്ളത്, വർഷങ്ങളോളം ആ വിശുദ്ധന്മാർ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ടും ഒരു ദർശനം കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഒരിക്കൽ പോലും അവർക്ക് നിരാശയോ ദൈവത്തോട് ഒരു മല്ലടിക്കുന്ന പ്രകൃതമോ വന്നിട്ടില്ല. അവർ പറയണത്, എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ കൈകളിൽ തന്നെ. എൻ്റെ ദൈവം അടുത്തുണ്ടെങ്കിലും, എൻ്റെ ദൈവം കാണുന്നില്ലെങ്കിലും, എൻ്റെ ദൈവം എന്നെ എടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിന്റെ കൈകളിൽ തന്നെ എന്ന് വചനപ്രകാരം അവർ ഏറ്റുപറഞ്ഞ് അവരുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ അവർ ഉത്സാഹിച്ചുകൊണ്ടിരുന്നു. സങ്കീർത്തനം നമുക്ക് നൽകുന്ന നിർദ്ദേശം ഇത് തന്നെയാണ് മക്കളെ. 130-ാം സങ്കീർത്തനത്തിൽ 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ. പ്രഭാതത്തിനു വേണ്ടി
കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. ഇസ്രായേൽ എന്ന് പറഞ്ഞ ആരാ? ഈ മറിയാമ്മയും ചാക്കോച്ചനും ഈ മത്തായിയും വർഗീസും എല്ലാം ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരും പേരിന് പകരമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ അല്ലെങ്കിൽ ജെറൂസലേം എന്ന വാക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. ദൈവദാസൻ എന്നിട്ട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യണം. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കട്ടെ. അത് ഒരാഴ്ചയോ ഒരു വർഷമോ ഒരു നൂറ്റാണ്ടോ എന്തു ആയിക്കൊള്ളട്ടെ, കാത്തിരിക്കണം. 50 വർഷമോ 20 വർഷമോ ഇതൊന്നും അധികമല്ല മക്കളെ. ആത്മീയ മേഖലയിൽ സന്തോഷത്തിൽ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഗിയോൻ ധ്യാനകേന്ദ്രം, സഗിയോൻ മിനിസ്ട്രീസ് തുടങ്ങുന്ന ആദ്യ കാലഘട്ടം എനിക്കിതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എത്ര പ്രാർത്ഥിച്ചത് കാണണില്ല. പല ആളുകൾക്കും കാണുന്നു, കേൾക്കണു, അത്ഭുതങ്ങൾ. അവർ പ്രാർത്ഥിക്കും വലിയ വലിയ അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ഞാൻ 1 വർഷം പ്രാർത്ഥിച്ചു, 2 വർഷം പ്രാർത്ഥിച്ചു, കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒരു അത്ഭുതവും സംഭവിക്കുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വലിയ വിഷമം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്തൊക്കെ സംഭവിക്കുമോ? ശരിക്കും എന്താ ദൈവം വരാത്തത്? എന്താ കാണാത്തത്? നമ്മൾ പ്രാർത്ഥിക്കും, എന്താ ദൈവം അടുത്തുനിന്ന് പ്രവർത്തിക്കുന്ന പോലെ ഒരു അനുഭവം കിട്ടാത്തത് എന്താ? ഇങ്ങനെ എനിക്കൊരു വലിയ ഒരു പ്രാർത്ഥന, ഒരു വിഷമം ദൈവത്തോട് ഞാനിങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ കർത്താവ് തന്നൊരു വചനഭാഗമാണ് ഹോസിയ പ്രവചനത്തിൽ 6-ാം അധ്യായം 3ഉം 4ഉം തിരുലിഖിതങ്ങൾ. സഗിയോൻ മിനിസ്ട്രീസിന്റെ തുടക്കത്തിൽ കർത്താവ് ബലപ്പെടുത്താൻ തന്ന ഒരു വലിയ പ്രവചനമാണ് ഹോസിയ 6-ാം അധ്യായം 3ഉം 4ഉം തിരുലിഖിതം. വചനത്തിൽ അത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. ഇത് കർത്താവ് തരുന്ന ഉറപ്പാ. പക്ഷെ എന്നാണ്, എത്ര കാലം അതിനുവേണ്ടി കാത്തിരിക്കണം? അത് ദൈവവചനം പറയണത്, അത് നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കുക. ദൈവത്തിന്റെ സ്വന്തം സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെടും, ദൈവം ഇടപെടും, ദൈവത്തിന്റെ കൈകളിൽ നമ്മളെ നടത്തും. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പോലെ, ഭൂതലം നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ കർത്താവ് വരും. ഇത് ഉറപ്പാ. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു, കുറേ വർഷങ്ങൾ കഴിഞ്ഞു, 1 ദശാബ്ദം പിന്നിട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ദൈവം ഓരോ ശുശ്രൂഷകളിലും വളരെ അതിശയമായി കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10, 20, 30 വർഷം അധികമല്ല, വെയിറ്റ് ചെയ്യണം, ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കണം. ആരും നിരുത്സാഹന്മാരാകരുത്, എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഈ വേദന, ആത്മീയ രംഗങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിൽ ആരാധന സമർപ്പിച്ച് ഇപ്പൊ നമുക്ക് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് മറഞ്ഞിരിക്കുന്ന കർത്താവാണെങ്കിലും, നേരിട്ട് ഇടപെടുന്ന കർത്താവാണെങ്കിലും, പ്രാർത്ഥിച്ചിട്ട് അനുഭവം ഉണ്ടെങ്കിലും അനുഭവം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങയുടെ ആത്മാവ് കൊണ്ട് നിറച്ച്, ജ്ഞാനം കൊണ്ട് നിറച്ച് ആത്മീയ ജീവിതം ബലപ്പെടുത്തണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഉറക്കെ സ്തുതിക്കുന്നു. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞതുപോലെ കർത്താവിന്റെ ആത്മാവിനാൽ ഹൃദയങ്ങൾ ഇപ്പോൾ ബലം പ്രാപിക്കട്ടെ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. നിറച്ചിടണേ, നിറച്ചിടണേ. കൈകൾ ഉയർത്തി കർത്താവേ, കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, 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 നിറച്ചിടണേ.